നമ്മളെല്ലാം തന്നെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തിച്ചേരാൻ വേണ്ടിയുള്ള വ്യഗ്രതയുള്ളവരാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ നിരത്തിലുള്ള ബസ്സുകളാണ്, പ്രത്യേകിച്ച് KSRTC ബസ്സുകൾ. സ്വാഭാവികമായും പണ്ടൊക്കെ വാഹനങ്ങൾ ആളുകൾ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഒക്കെ നിർത്തുന്നത് റോഡിൻ്റെ സൈഡ് ചേർത്ത് റോഡിന് പുറത്തേക്ക് ഇറക്കിയൊക്കെയായിരുന്നു നിർത്തിയിരുന്നത്. എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം റോഡിൽ തന്നെ അടുത്ത വശത്ത് ടാറിനോട് ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും മാറി വണ്ടി എതിലേക്കൂടെ പോകുന്നു, റോഡിൻ്റെ നടുക്കൂടാണെങ്കിൽ നടുക്ക് നിർത്തി ആളെ ഇറക്കുന്ന ഒരു സ്ഥിതിയാണ് KSRTCക്കാർക്ക് പ്രത്യേകിച്ച് നിലവിലുള്ള ഒരു സ്വഭാവം. അപ്പോൾ അതിൻ്റെ പുറകിൽ വന്ന് ഓരോ വാഹനങ്ങളും നിർത്തിയിടുകയും, കാരണം ഓവർടേക്ക് ചെയ്ത് പോകത്തക്ക നിലയിലുള്ള വീതി പല റോഡുകൾക്കുമില്ല, തന്നെയുമല്ല എതിരെ എപ്പോഴും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ നിർത്തിയിട്ട് ഒരു ജാഥ പോലെ പിന്നീട് ഈ വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ പുറകെ എല്ലാ വാഹനങ്ങളും ഒരു ജാഥ പോലെ പോകുന്നു. അതിനുശേഷം അത് വീണ്ടും നിർത്തുന്നു, അവിടെ എല്ലാ വാഹനങ്ങളും വീണ്ടും നിർത്തുന്നു. ആ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം വാഹനമൊന്നും സ്വല്പം ഒതുക്കി കൊടുത്തുകൊണ്ട് ഒതുക്കി ആളെ നിർത്താനുള്ള സംവിധാനം ബസ് ബേകളില്ലാത്ത സ്ഥലങ്ങളിൽ ഡ്രൈവർമാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ വീതി ഉള്ള റോഡിലാണെങ്കിൽ, ഇപ്പം 4 വരി പാതയിലോ 6 വരി പാതയിലോ ഒക്കെ ആണെങ്കിൽ വലത്ത് സൈഡ് ചേർത്ത് പിടിച്ച് ഏറ്റവും സ്പീഡ് ട്രാക്കായിട്ട് പോകേണ്ട ട്രാക്കിലൂടെ ഒരൊറ്റ പോക്കാണ് KSRTC അടക്കമുള്ള ബസ്സുകൾ. അപ്പോൾ സ്വാഭാവികമായും പുറകെ വരുന്ന വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യണം. എന്നിട്ട് അതിന് പുറകിൽ ബസ്സിൻ്റെ പുറകിൽ എഴുതി കൂടി വെച്ചിട്ടുണ്ട് ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യരുത് എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ അതുകൂടെ വായിക്കുമ്പോൾ ഒരു പേടിയാണ്, കാരണം ബസ് അങ്ങനെ ഇടത്തോട്ട് പിടിച്ചാൽ ചെറിയ വാഹനങ്ങൾ തട്ടുമല്ലോ എന്നുള്ളൊരു പേടി കാരണം അതിലേക്കൂടെ ഓവർടേക്ക് ചെയ്യാനും നമുക്ക് സ്വാഭാവികമായും ബുദ്ധിമുട്ട് തോന്നും. അതുപോലെ തന്നെയാണ് ഇവർ ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇവർ വന്ന് ഒരു ഓൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് കൊടുത്തില്ലെങ്കിൽ അഥവാ ഒരു വളവിനോ വല്ലതും വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ട് ഒരൊറ്റ വലത്തോട്ട് പിടിയുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ വാല് കൊണ്ട് ഒരു അടി നമുക്ക് തരുന്ന രീതിയിലുള്ള ഒരു പോക്കാണ് KSRTC ഡ്രൈവർമാർ സാധാരണ ചെയ്യാറുള്ളത്. പലപ്പോഴും അത് തട്ടാതിരിക്കാൻ വേണ്ടി 2 വീലേഴ്സൊക്കെ ടാറിൻ്റെ എഡ്ജിൽ നിന്ന് പുറത്ത് ചാടി മറിഞ്ഞ് വീഴുക, അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പലപ്പോഴും ഓവർടേക്ക് ചെയ്ത് പോയിക്കോളാൻ ചില നല്ല ഡ്രൈവർമാർ നമ്മളെ സഹായിക്കാറുണ്ട്. പക്ഷേ അവരിട്ട് കാണിക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വലത്തെ സൈഡിലത്തെ ഇൻഡിക്കേറ്ററാണ് ഇട്ട് കാണിക്കാറുള്ളത്. ചില തമിഴ്നാട് നാഷണൽ പെർമിറ്റ് ലോറികളൊക്കെ അങ്ങനെ കാണിക്കാറുണ്ട്. അപ്പം വലത്തെ സൈഡിലത്തെ ഇൻഡിക്കേറ്റർ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളാനായിട്ട് ഇട്ട് കാണിക്കുന്നത്. പക്ഷേ അത് കണ്ടുകൊണ്ട് നമുക്ക് കയറുന്നത് എങ്ങനെയാണ്? ഇടത്തെ സൈഡിലെ ഇൻഡിക്കേറ്ററാണ് സാധാരണ ഓവർടേക്ക് ചെയ്ത് കൊള്ളാൻ വേണ്ടിയുള്ള അനുവാദമായി നമുക്ക് ഇട്ട് തരേണ്ടത്. അപ്പോൾ മിക്ക ബസ്സുകാരും ഇപ്പോഴും വലത്തെ സൈഡിലത്തെ ഇൻഡിക്കേറ്ററാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടിയൊരു ബോധവൽക്കരണം തീർച്ചയായും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് നടത്തണം. ഈ റോഡിൽ നിന്നും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടി യാത്ര ചെയ്യുന്ന അവരുടെ ഒരു ജീവന് കൂടി വില കൽപ്പിച്ചുകൊണ്ട് ഡ്രൈവർമാർ വാഹനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഉപദേശം കൂടി അവർക്ക് നൽകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.